ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എത്രമാത്രം ശരിയാണ്. അസാധ്യം എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന ചില വിഷയങ്ങൾ പരസ്യമായിട്ടൊരാൾ നമ്മോട് ചോദിക്കുക, ഇത് അസാധ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ ചെറുതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയും, സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ അത് അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൻ്റെ ചില പരീക്ഷണ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും അസാധ്യമാവില്ല. തുടർന്നുള്ള ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹിസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 5 വാക്യം വായിക്കട്ടെ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഹിസ്കേൽ പ്രവചനം 37 അധ്യായം എന്നുള്ളത് വാസ്തവത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഏതു സാഹചര്യങ്ങളും അനുകൂലമാണ് എന്ന് തെളിയിക്കുന്ന അധ്യായമാണ്. പ്രവാചകനെ ദൈവം വിളിച്ചുകൊണ്ടുപോയി ഒരസ്ഥിത്താഴ്വരയിൽ നിർത്തി എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. ദീർഘനാളത്തെ ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ ഫലമായി ആ നിലകളിലും തകർന്ന് താളടിയായിരിക്കുന്ന ഇസ്രായേല്യ ജനത്തെ, ഇസ്രായേല്യ പ്രവാസികളെ ദൈവിക ബലം നൽകി ഉണർത്തിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര, അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലെയാണ് അവരുടെ അവസ്ഥ. ഈ ഒരു മാറ്റമുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. ഈ നിരാശ നിറഞ്ഞ സാഹചര്യം ഈ പ്രവാചകനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൽ നിന്നും ജനത്തിന് ഒരു പ്രത്യാശ നൽകുവാൻ വേണ്ടി ദൈവം പ്രവാചകന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദർശനം തനിക്ക് നൽകുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞത് സർവശക്തനായ നമ്മുടെ പിതാവാണ്. അത് നമുക്കറിയാം എങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ പലതും പിഴയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഈ അസ്ഥികൾ ജീവിക്കുമോ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്നും എനിക്ക് ഒരു വിടുതലുണ്ടാവുമോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തകൾ താലോലിക്കരുത്. അവർക്ക് എപ്പോഴും ഒരു ഉറപ്പുണ്ടാവണം, ദൈവം എന്നെ കൈവിടുകയില്ല, ഏതു സാഹചര്യത്തിലും എന്നെ രക്ഷിപ്പാൻ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ അക്ഷരം വായിക്കാൻ കഴിയാത്തതുപോലെ, കാരണം കണ്ണിൻ്റെ യഥാർത്ഥ പ്രവൃത്തി നമുക്ക് ആ സമയത്ത് ലഭിക്കത്തില്ല. ഒരു തുള്ളി മറ്റൊരു കട്ടിയുള്ള ലെൻസ് പോലെ നമ്മുടെ കണ്ണിന് ആ പ്രതലത്തിലുള്ളത് കൊണ്ട് നമുക്ക് വേണ്ട നിലകളിൽ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയോ ദൈവിക പ്രവൃത്തികളെയോ വ്യക്തമായി കാണാൻ കഴിയാത്ത നിലകളിൽ നിങ്ങൾ പ്രതികൂല അവസ്ഥയിലാണ്, ശരിയാ. പക്ഷെ എന്നാൽ ഒരു കാര്യം ഓർത്തോണം, അപ്പോഴും നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട്. അതേ പ്രിയരെ, പാർപ്പാൻ തക്ക പട്ടണത്തിൽ കൊണ്ടുചെല്ലുന്നിടം വരെ ദൈവത്തിന് സ്വസ്ഥതയില്ല. അതിൻ്റെ ശരിയായ അർത്ഥം ഇങ്ങനെ പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട സകലത്തിനും ഒരു ശുഭസമാപ്തി ഉണ്ടാകും വരെ ദൈവം വിശ്രമിക്കുന്നില്ല. വാക്യം ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകൻ പറയുന്നു എന്നല്ല, ദൈവം പറയുന്നു എന്നാണ് പ്രവാചകൻ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ഞങ്ങളെ സഹായിപ്പാൻ അങ്ങേക്ക് കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.